2020 നവംബറിലാണ് ഫുട്ബോൾ ഇതിഹാസം ഡിഗോ മറഡോണ ലോകത്തോട് വിട പറഞ്ഞത്. അക്യൂട്ട് പൾമണറി എഡിമയും ഹൃദയസ്തംഭനവുമാണ് മരണകാരണമെന്ന് ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അവസാന നാളുകളിൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകൾ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യങ്ങളാണ് വരച്ചുകാട്ടുന്നത്. ചികിത്സാ പിഴവുകൾ, ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ എന്നിവയോടൊപ്പം ഇതൊരു കൊലപാതകമാണോ എന്നുവരെയുള്ള ചോദ്യങ്ങളിലേക്കാണ് മറഡോണയുടെ മരണം എത്തി നിൽക്കുന്നത്. മറഡോണയെ ചികിത്സിച്ച ഏഴംഗ വൈദ്യസംഘത്തെ വിചാരണ ചെയ്യുമെന്ന് നേരത്തെ കോടതി അറിയിച്ചിരുന്നു. മരണത്തിന് ഏതാനും ആഴ്ചകൾ മുമ്പ് മറഡോണയ്ക്ക് സബ്ഡ്യൂറൽ ഹെമറ്റോമയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ദുർബലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും 24 മണിക്കൂറും വൈദ്യമേൽനോട്ടം ലഭിക്കുന്ന ഒരാശുപത്രിയിൽ പാർപ്പിക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ പരിചരണത്തിലാക്കി. മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള റിപ്പോർട്ടിൽ മറഡോണയുടെ പരിചരണത്തിൽ കുറവും അശ്രദ്ധയും സംഭവിച്ചതായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവർ സ്വീകരിച്ച തീരുമാനങ്ങളെക്കുറിച്ച് ഗുരുതര ആശങ്കകൾ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ശരിയായ വൈദ്യസഹായം ലഭിക്കാതെ അദ്ദേഹം 12 മണിക്കൂറിലധികം വേദന അനുഭവിച്ചതായി റിപ്പോർട്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാവുന്ന കാര്യമാണിത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 7 മെഡിക്കൽ പ്രൊഫഷണലുകൾ നിലവിൽ വിചാരണ നേരിടുന്നുണ്ട്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ 8 മുതൽ 25 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.